വളരെ പൊളിറ്റിക്സും ടെക്നോളജിയും മോഡേൺ ഇതും എല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നിവിൻ നന്നായിട്ടുണ്ട്. എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ഒരു ലെവലിൽ നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. പൊതുവിൽ അതിൻ്റെ ഒരു തീമും പ്രസൻറ്റേഷനും വളരെ എല്ലാ വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു പൊളിറ്റിക്സാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തും. നിവിൻ പോളി, ബാലേന്ദ്രനും ബാക്കി എല്ലാം പൊളിറ്റിക്സിൽ ഫാമിലി ഡ്രാമ എല്ലാം ഉണ്ട്. എല്ലാവരും ഫാമിലിയായിട്ട് ഒന്ന് കാണേണ്ട സിനിമയാണ്. ഒരു ഫാമിലി അറ്റാച്ച്മെന്റും പിന്നെ പൊളിറ്റിക്കലും മീഡിയാസിലും എല്ലാം കൂടി ഉള്ളൊരു അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. വളരെ ഹൈലൈറ്റ് ആയിട്ട് ഒരു എന്താ പറയാ ഇപ്പോഴത്തെ തലമുറനെ വെല്ലുന്ന രീതിയിലാണ് പുള്ളി വേറൊരു മുഖം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ബാലേന്ദ്രൻ പടം. ഇതിപ്പോൾ കണ്ടിറങ്ങിയുള്ളൂ. നിവിൻ ചേട്ടൻ്റെ ഉഗ്രം പെർഫോമൻസ്, ഒരു രക്ഷയില്ല. പിന്നെ ഷർഫുദ്ദീനാണെങ്കിൽ പക്ക, രണ്ടാളും ഇതിലിങ്ങനെ പോകുന്നുണ്ട്. പടം തീർന്നു പോയാൽ സങ്കടം. കണ്ടിരിക്കാൻ നമുക്ക് അങ്ങനെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. പടം തുടങ്ങിയ അന്ന് മുതൽ നമ്മുടെ ജോൺ വർഗീസിൻ്റെ ഉള്ള സംഭവങ്ങളാണ് മുഴുവൻ കാണിച്ചു തരുന്നത്. വളരെ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് സ്പർശിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്സും അതുപോലെ സോഷ്യൽ മീഡിയ, ഈ പറഞ്ഞ പോലെ ഈ മിനിസ്റ്ററായിട്ട് അഭിനയിച്ചിരിക്കുന്ന ബാലേന്ദ്ര മേനോൻ പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയും രണ്ട് രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം നമുക്കൊരു നല്ല പൊളിറ്റിക്കൽ ഫിലിം കാണാൻ പറ്റി. ഗംഭീരമായിട്ട് അത് സ്വഭാവമായിട്ട് നന്നായിട്ടുണ്ട്. നല്ല സ്വാഗതം, നല്ല രസമുണ്ട്.